ചന്ദ്രന്റെ പ്രതിബിംബം നമുക്ക് ദർശിക്കണമെന്നുണ്ടെങ്കിൽ ജലാശയം ശാന്തമായിരിക്കും, നിശ്ചലമായിരിക്കും. ഏവരുടെയും മനസ്സിന്റെ സമസ്യയും ഇതുതന്നെയാണ്. മനസ്സിനൊരിക്കലും ശാന്തത പ്രാപ്തമാക്കുവാൻ കഴിയുന്നില്ല. നിശ്ചലമായ അവസ്ഥയും ഉണ്ടാകുന്നില്ല. ശാന്തിയുടെ അഭാവത്തിൽ യാതൊന്നും ദൃഢമാവുകയില്ല. സമുദ്രത്തിലെ തിരമാലകളെപ്പോലെ വിവിധ തരത്തിൽപ്പെട്ട ചിന്തകളാകുന്ന ഉപദ്രവം മനസ്സിനെ നിരന്തരം അസ്ഥിരമാക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ശ്രവിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും മനസ്സ് മൗനം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ മനസ്സിന് മൗനം പാലിക്കുവാൻ അറിയുകയില്ല. മനസ്സ് നിരന്തരമായി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അനുനിമിഷം വാക്കുകളുടെ